ഹായ് മച്ചാമാരെ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാരിച്ചാൽക്കാരൻ. ഞാനിപ്പോൾ ഉള്ളത് തൂത്തുക്കുടിയാണ്. ലീവൊക്കെ കഴിഞ്ഞ് അങ്ങനെ നമ്മൾ വണ്ടി പോകുന്നു കേട്ടോ. അപ്പോൾ അതാണ്ട് ഉപ്പ് കയറ്റാണ്ട് വന്നേക്കോ. പിന്നെ ഇവിടെ മഴയൊക്കെ ആയതുകൊണ്ട് ഉപ്പ് ഇച്ചിരി കുറവായിരുന്നു. ഇപ്പം ഇതാ ഇത് നമ്മൾ കഴിക്കുന്ന ഉപ്പല്ല കേട്ടോ. ഇത് നമ്മൾ ഈ വളത്തിനൊക്കെ ഉപയോഗിക്കുന്നതാണ്. തെങ്ങിനൊക്കെ ഇടുന്നേ വളത്തിന് ഉപയോഗിക്കുന്ന ഞാൻ തോന്നുന്നു. വളത്തിനുള്ള ഉപ്പ്, വേസ്റ്റ് ഉപ്പ് വെച്ചാൽ നമ്മൾ മനുഷ്യർ കഴിക്കാത്ത ഉപ്പ്, അത്രേ ഉള്ളൂ. നിറച്ച് വെച്ചേക്കുക. അവിടെ പാക്കിങ് നല്ല വെയിലുണ്ട് കേട്ടോ. ഇവിടെ എപ്പോഴും നല്ല വെയിലായിരിക്കും. എപ്പോഴും അല്ല, ഇവിടെ മഴയുണ്ട്. പക്ഷേ നല്ല വെയിലുണ്ടെങ്കിൽ മാത്രമേ ഈ ഉപ്പ് റെഡിയാകത്തുള്ളൂ. ഈ കണ്ടിരിക്കുന്നതൊക്കെ ഇതെല്ലാം ഈ വെള്ളമെല്ലാം നിറച്ചിട്ടിരിക്കുന്നത് ഉപ്പാകാനുള്ള കേട്ടോ. നമ്മളിത് പാടത്ത് വിത്ത് വിതച്ച് കഴിഞ്ഞിട്ട്, ഈ വിത്ത് വിതയ്ക്കുന്നതിന് മുന്നേ വിത്ത് വിതച്ച് കഴിഞ്ഞിട്ട് ഈ വെള്ളം നിരപ്പിനിടുമല്ലോ, അതുപോലെ ഉണ്ട്. അതുപോലെ തന്നെ കണ്ടത്തിലെ കൃഷിയൊക്കെ കഴിഞ്ഞിട്ട് നെല്ല് കയറ്റത്തില്ല ലോറിയിൽ, കണ്ട അതേപോലെ ഇവിടെ ലോഡിങ് നടക്കുക. കാണിച്ചു തരാം. കണ്ട അതേപോലെ തീർത്ത് ലോഡിങ്ങാണ്. ഒരാൾ വണ്ടി ലോഡ് ചെയ്യുന്നു, കുറച്ച് പേര് എടുത്തു കൊടുക്കുന്നു, കുറച്ച് പേര് അവിടെ മറ്റേ ഈ പൊടിക്കാൻ വേണ്ടിയുള്ള അത് തലയിൽ ചുമ്മിയിട്ട് കുറേ അമ്മമാരുണ്ട്. അവരത് ചുമ്മിയിട്ട് ആ ട്രാക്ടറിൽ വന്നേക്കുന്ന മെഷീനിലിട്ട് കൊടുക്കുക. അത് അവിടുന്ന് പൊടിക്കുക, എന്നിട്ട് നേരെ താഴെ വരിക, എന്നിട്ട് അതെടുക്കുക, ഇപ്പുറത്ത് കൊണ്ട് കൂന കൂട്ടുക. അപ്പോൾ അത് ഇവിടെ നിൽക്കുന്ന അണ്ണന്മാർ പാക്ക് ചെയ്യുക, അവരത് വണ്ടിയിലോട്ട് ലോഡ് കയറ്റുക. അതാണ് പരിപാടി. കുറച്ച് പേര് ഇവിടെ പാക്ക് ചെയ്യുന്നു. ഷടപെടേന്ന് പരിപാടി. ഇത് പെട്ടെന്ന് കഴിയും കേട്ടോ. കൂടിപ്പോയാൽ ഒരു മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറൊന്നും വേണ്ട, അതിന് മുന്നേ തീർക്കും. ഷടപെടേന്ന് പറഞ്ഞ് പരിപാടി തീർക്കും. അതുകൊണ്ട് ഒരമ്മ അങ്ങ് പാടത്ത് നിന്നിട്ട് ഈ ഉപ്പ് കണ്ടെത്തി കൂടി മറ്റേ നമ്മളില്ലേ ഇതുണ്ടല്ലോ, മറ്റേ എന്തോ പറയല്ലേ, നമ്മളില്ലേ പോച്ചയൊക്കെ പറമ്പിലെടുത്തിട്ട് നമ്മൾ വരിക്കത്തില്ല, അതിനൊക്കെയുള്ള പല്ലിയ എന്താ അതിന് പറയും, അതുണ്ട്. ഇതാണ് ഇവിടുത്തെ പരിപാടി. ഇത് നമ്മുടെ വണ്ടിയാണ്, കോഴിക്കോടേക്കാണ് ലോഡ്. തീർത്തിലോടി ഇവരെല്ലാം സെറ്റായിട്ടാണ് വരുന്നത് കേട്ടോ. അതായത് ഫുഡ്, വെള്ളം, ഇവരെല്ലാം ഞാനും. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ മരുഭൂമി കൂട്ടാണ്. ഇവിടെ അങ്ങ് ഒരു ഇണ്ടിയില്ല, കടയില്ല, ഒന്നുമില്ല. കടയൊക്കെ വേണമെങ്കിൽ അങ്ങ് പോകണം. അതുകൊണ്ട് അവിടെ കുറേ ലോറി ഉപ്പും കയറ്റിക്കൊണ്ട് പോകുന്നുണ്ട്. ഞാനിതൊക്കെ ഉപ്പായിക്കൊണ്ടിരിക്കുന്നത് ജസ്റ്റ് കാണിക്കാം. ജസ്റ്റ് കാണിക്കാം. മുന്നിലത്തെ വീഡിയോ നമ്മൾ കാണിച്ചിട്ടുള്ള, എന്നാലും കാണാത്തവർക്കായി ഇരിക്കട്ടെ. കണ്ടോ, ഇത് ഉപ്പായി വരുക. വേണ്ട പാട പോലെ ഇടുന്നുണ്ട്. കണ്ട അനങ്ങി വരുന്നുണ്ട്. ഇത് അവർ കോരിയെടുക്കും. ഇത് ഉണങ്ങി, ഫുൾ ഉണങ്ങി ഉപ്പായി കഴിയുമ്പോൾ ഇത് ചിരണ്ടി എടുക്കും. ചിരണ്ടി അല്ല, ഇത് ചെളിയോടുകൂടി കട്ട് ചെയ്തെടുത്തിട്ട് അത് ഇളക്കി എടുക്കും.